വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. 2 ഭാഗങ്ങൾ ആകെ വായിക്കാനുണ്ട്. ആദ്യം വായിക്കേണ്ട ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-63 മുതലുള്ള വേദഭാഗമാണ്. രണ്ടാമതായി 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത് വചനവുമാണ്. ഉച്ചഭാഷണിയിലൂടെ ഇത് വായിച്ചു കേൾക്കുന്നത് ഏറെ സന്തോഷപ്രദമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-63, 1 തെസ്സലോനിക്കർ 4-16. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ അത് മതി. 1 തെസ്സലോനിക്കർ 4-16 കൂടി വായിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. മതി. പ്രൈസ് ദി ലോർഡ്. വായിച്ചിരിക്കുന്ന ഈ വചനത്തിലൂടെ നമുക്ക് അല്പനിമിഷം നമ്മുടെ വിശകലനത്തിനും ധ്യാനത്തിനും വേണ്ടിയുള്ള അവസരങ്ങളെ വേർതിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലെ ജീവിതത്തിൽ 30-ാം വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച് 33.5 തിരുവയസ്സിൽ അത് പൂർത്തീകരിച്ചു. ഏതാണ്ട് 1000-ൽ പരം ദിവസങ്ങളിൽ യേശു ഇഹലോകത്തിൽ ചെയ്ത ശുശ്രൂഷകളുടെ തുടർച്ചയിൽ ഏറ്റവും പ്രധാനം ഭൂതങ്ങളെ പുറത്താക്കിയതോ രോഗികളെ സൗഖ്യമാക്കിയതോ മറ്റേതെങ്കിലും അത്ഭുത പ്രവൃത്തികൾ ചെയ്തതോ മരിച്ചവരെ ഉയർപ്പിച്ചതോ ഒന്നുമല്ല. യേശുവിൻ്റെ ഇഹലോക ശുശ്രൂഷയിൽ ഇതൊക്കെ വ്യക്തിപരമായി പ്രയോജനപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. യേശുവിൻ്റെ ഐഹിക ജീവിതത്തിലെ ശുശ്രൂഷ വേളയിൽ ചില രോഗികൾ സുഖപ്പെട്ടു. അതുകൊണ്ട് ആ രോഗികൾക്കാണ് പ്രയോജനമുണ്ടായത്. ലാസറിനെ പോലെ ചിലർ മരിച്ചു. അല്ലെങ്കിൽ നയീനിലെ വിധവയുടെ മകൻ മരിച്ചു. യേശു ജീവനോടെ അവരെ തിരികെ കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു ദേശത്ത്, ഒരു വീട്ടിലോ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ പ്രയോജനപ്പെട്ടു എങ്കിൽ മുഴു ലോകത്തിനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം യേശു നിർവഹിച്ചു. അത് മറ്റൊന്നുമല്ല, തൻ്റെ ക്രൂശ് മരണമാണ്. ക്രൂശ് മരണമാണ് മുഴു ലോകത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതും ഇന്നും പ്രയോജനപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മെ കർത്താവ് ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഭരമേൽപ്പിച്ചത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗമാണ് സുവിശേഷം. ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ചുള്ള ചിന്താധാരയിൽ സുപ്രധാനങ്ങളായ അനവധി സംഭവങ്ങളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രമേയം, ഒരു ഉള്ളടക്കം നമ്മൾ വായിച്ചു. അത് ഒരു വിചാരണ വേദിയാണ്, ഒരു വിചാരണ സ്ഥലം. കർത്താവിനെ ക്രൂശുമരണത്തിന് മുമ്പ് ഒരു കോടതി മുറിക്കുള്ളിൽ കൊണ്ടുവന്ന് കുറ്റകൃത്യങ്ങളുടെ ആ പട്ടിക വായിച്ച ശേഷം വ്യാജന്മാരായ സാക്ഷികളെ തൊട്ടുമുമ്പിൽ നിർത്തി
സാക്ഷിമൊഴികൾ പരിശോധിച്ച അനന്തരം ആ ജഡ്ജി യേശുവിനെതിരെയുള്ള വിധി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള സംഭവമാണ് നമ്മൾ വായിച്ചത്. ആ സന്ദർഭം ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിലെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുമ്പോൾ കാനാവിലെ കല്യാണവേളയിൽ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് 1000-ൽ പരം ദിവസങ്ങൾ, ഏതാണ്ട് 3.5 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണം എന്ന ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവ് കാനാവിലെ കല്യാണവേളയിൽ ഒരു കാര്യം പറഞ്ഞു: സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു നാഴികയെക്കുറിച്ച് പറഞ്ഞ് തൻ്റെ നിമിഷത്തെക്കുറിച്ച് പ്രവചിച്ച് ആ നാഴിക വന്നിട്ടില്ല എന്ന ഒരു വാചകം ഉദ്ധരിച്ച് അവിടെ നിന്ന് ഏതാണ്ട് 3.5 കൊല്ലങ്ങളോളം കഴിയുന്ന ഒരു വേളയിൽ ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് മുഴങ്കാലിലിരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പിതാവിനോട് പറയുന്നു: പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നില്ല എന്ന് പറയുന്നതിനും നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് യേശുവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടം എന്ന് പറയുക. നാഴിക വരും മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു. മാത്രമല്ല, ഇന്നും അവിടുത്തെ ദിവ്യപരിശുദ്ധാത്മാവിനാൽ അതേ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവൃത്തിക്ക് ഒരു വിധത്തിലും അന്തം വരാത്ത വിധത്തിൽ ആ ദൈവപ്രവൃത്തി വീണ്ടും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റൊരു വസ്തുത, ആർക്ക് വേണ്ടി ദിവ്യപ്രവൃത്തി ചെയ്താലും ആർക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്താലും അതൊക്കെ വ്യക്തിപരമായി ചുരുങ്ങുന്ന കാര്യമാണെങ്കിൽ ക്രൂശിക്കപ്പെട്ടു എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കാരണം യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ അർത്ഥം തിരുവെഴുത്ത് പറയാണ്, അവൻ്റെ മരണം കൊണ്ട് നമുക്ക് സംഭവിച്ച വിലപിടിപ്പുള്ള കാര്യം പറയുക. അവനെ എന്തിനാണ് പിതാവ് തകർത്ത് കളഞ്ഞത്? അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. കാരണം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. പ്രായശ്ചിത്ത മരണത്താൽ യേശു അനുഷ്ഠിച്ച പരമയാഗം, ആ യാഗം എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച് പാപപരിഹാര കർമ്മത്തിന് ഉപയുക്തരാക്കി തീർത്ത അത്ഭുത പ്രതിഭാസം, അത്ഭുത സംഭവമാണ് ക്രൂശുമരണം. ആ ക്രൂശുമരണത്തിലേക്ക് ആനയിക്കപ്പെടുന്ന നാഴിക അടുക്കുന്ന വേളയിൽ ഗെത്സമന വിട്ട് പുറത്തേക്ക് വരുന്ന യേശുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനനന്തരം യേശുവിനെ സ്വാഭാവികമായ വിചാരണയുടെ ഭാഗമായി ആദ്യം കൊണ്ടുവരുന്ന ഇടമുണ്ട്. അത് യഹൂദന്മാരുടെ ഒരു കോടതിയാണ്. ആ കോടതിക്ക് വാസ്തവം പറഞ്ഞാൽ അന്ന് അധികാരത്തിന് പരിമിതിയുണ്ട്. അതിൻ്റെ കാരണം രാജ്യം ഭരിക്കുന്ന യഹൂദന്മാരല്ല, അവരുടെ രാജാക്കന്മാരുമല്ല. രാജ്യം ഭരിക്കുന്നത് റോമൻ ഭരണകൂടമാണ്. അവരെ അടിമയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ റോമൻ സാമ്രാജ്യത്തിലെ ഒരു കൊച്ചു പ്രവിശ്യ മാത്രമാണ് ഇസ്രയേൽ എന്ന് വിളിക്കുന്ന അന്നത്തെ പാലസ്തീനിയ. ആ പാലസ്തീനിയയിലെ ഒരു ഭൂപ്രദേശത്തിൻ്റെ മുഴുവൻ അധികാരമൊന്നും വാസ്തവത്തിൽ ഈ പുരോഹിത കോടതിക്കില്ല, മതകോടതിക്കില്ല. പക്ഷേ പണ്ടേ നിലനിന്നിരുന്ന ആചാരങ്ങൾ അനുസരിച്ച് അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് യേശുവിനെ വിചാരണയ്ക്ക് വേണ്ടി വിധേയനാക്കാൻ കൊണ്ടുവരുന്ന ആ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവന്ന് വളരെ കൃത്യമായ കുറ്റകൃത്യങ്ങളുടെ ഒരു പട്ടിക യേശുവിനെതിരെ വായിച്ചു കേൾപ്പിച്ചു. എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ? ആ കുറ്റകൃത്യങ്ങൾ കൃത്യമായി വായിച്ചനന്തരം സാക്ഷിമൊഴികളെ കൊണ്ടുവന്നു. ആ സാക്ഷിമൊഴികളായി വന്ന ആളുകൾ കൃത്യമായി വ്യാജമാണ് പറഞ്ഞത് എന്ന് തൊട്ടുമുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് അവനെതിരെ ഇല്ലാത്ത തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ചു. ആ ആരോപണങ്ങൾക്കൊടുവിൽ കൃത്യതയാർന്ന ഒരു പ്രയോഗം. അതെന്താണ്? കള്ളസാക്ഷികൾ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇവൻ ദൈവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും എന്ന് പറയുന്നത് ഞാൻ കേട്ടു. വാസ്തവത്തിൽ ഇതൊരു വസ്തുതയാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ പ്രസംഗത്തിൽ അങ്ങനെ വാചകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സാഹചര്യത്തിൽ നിന്ന് വാക്കുകളെ എടുത്തുമാറ്റി യേശു ഉദ്ദേശിക്കാത്ത, കർത്താവ് ഒരിക്കലും ലക്ഷ്യമിട്ടിട്ടില്ലാത്ത അർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് 46 സംവത്സരം കൊണ്ട് ജൂതന്മാർ പണി കഴിപ്പിച്ച ഈ പള്ളി നശിപ്പിക്കും എന്നാണ് യേശു ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിൽ
കോടതിക്ക് മൊഴി കൊടുക്കുന്നു. കോടതി ഈ വാക്കുകൾ സസൂക്ഷ്മം കേട്ടു. ഇതുകൂടാതെ നിരവധി ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ് യേശുവിന് നേരിടേണ്ടി വന്നത്. ഈ ചോദ്യങ്ങളെല്ലാം സസൂക്ഷ്മം കേട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നീ ഈ ചോദ്യമെല്ലാം കേട്ടില്ലേ, എന്താണ് പറയാനുള്ളത് എന്ന ഒരു ചോദ്യം കൂടി കോടതി ആവർത്തിക്കുന്നു. യേശു അവിടെ നിശബ്ദനാണ്, കാര്യമായി പ്രതികരിക്കുന്നില്ല. നിശബ്ദനായി ഈ വാക്കുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കോടതി അല്പം സ്വരം ഉയർത്തിക്കൊണ്ട്, അവിടെ ഇരിക്കുന്ന മഹാപുരോഹിതനാണ് ആ കോടതിയുടെ അധികാരങ്ങൾ കൈയാളുന്നത്. അയാൾ അല്പം ഗൗരവത്തിൽ വളരെ കർക്കശ ബുദ്ധിയോടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്നേഹിത, നീ ഈ പറയപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞു കേൾക്കുന്നില്ല, നീ ഒന്നും പ്രതികരിച്ചു കേൾക്കുന്നില്ല. ഇതും ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. എൻ്റെ ദാസനല്ലാതെ ചെകിടൻ ആരുള്ളൂ? 100 ആരോപണങ്ങൾ ജീവിതത്തിനെതിരെ വന്നിട്ടും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവ നിരസിക്കാതെ, അവ സ്വീകരിക്കുകയോ ചെയ്യാതെ നിസ്സംഗത പുലർത്തി നിൽക്കുന്ന യേശുവിൻ്റെ പേരിൽ കോടതിയലക്ഷ്യം ചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും ശിക്ഷിക്കാം. പക്ഷേ ഇതിനൊരു പരിമിതിയുണ്ട്. കോടതിയലക്ഷ്യത്തിന് ക്രൂശ് ഭരണം കൊടുക്കാൻ കഴിയില്ല. കോടതിയലക്ഷ്യത്തിന് മറ്റേതെങ്കിലും തരത്തിൽ ആ വധശിക്ഷ വിധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വധശിക്ഷ വിധിക്കാൻ മുൻകൂട്ടി ഒരുമ്പെട്ട കോടതിക്ക് മുമ്പിൽ യേശു നിൽക്ക ചെയ്ത് കോടതി ചോദിക്കുന്ന ചോദ്യമാണ്, കർക്കശ ബുദ്ധിയോടെ എല്ലാത്തരം അച്ചടക്ക സീമകളെയും നീ ലംഘിക്കുന്നതെന്ത്? ഈ ചോദ്യം. അവിടെയും യേശു മിണ്ടുന്നില്ല. കോടതിയുടെ സുപ്രധാനമായൊരു ചോദ്യം. ഈ ചോദ്യത്തിനു കൂടി മറുപടി കിട്ടിയിട്ട് വിധിയിലേക്ക് കടക്കാൻ അവസരം കോടതി ആരായുകയാണ്. മറ്റൊരു കാര്യം, ഈ ചോദ്യത്തിന് ഉത്തരം വേണമെന്നില്ല. ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ശിക്ഷിക്കപ്പെടുന്ന വിധി നിർണായകമായ ഒരു പശ്ചാത്തലത്തിലേക്ക്, ഒരവസ്ഥ വിശേഷത്തിലേക്ക് യേശുവിനെ കൊണ്ടു നിർത്തിയിട്ട് ഒറ്റ ചോദ്യം മഹാപുരോഹിതൻ ചോദിക്കുന്നു. ഒരു രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ച്, വളരെ നേരം പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ച്, അത്താഴം കഴിക്കാതെ മരണപ്രാളത്തിൻ്റെ ആ തീഷ്ണതയുടെ വേദനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അത്താഴം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, അന്ത്യാത്താഴം ഒരുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കും വേളയിൽ ഞാൻ പിതാവിൻ്റെ രാജ്യത്തിലല്ലാതെ ഇനി ഇത് ഭക്ഷിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം ബഹിഷ്കരിച്ച് നിൽക്കുന്നവൻ, പാകപ്പാട ക്ഷീണിതൻ, അവനിതാ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഗത്സമനായിൽ നെഞ്ചുരുകി പ്രാർത്ഥിച്ച് പുറത്തേക്ക് വന്ന് തൻ്റെ കൈകൾ വിലങ്ങണിയാൻ നീട്ടിക്കൊടുത്തുകൊണ്ട് വിലങ്ങണിയിച്ച അവസ്ഥയിൽ അവനെ തലങ്ങും വിലങ്ങും പ്രകരിച്ച് മതകോടതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. മതകോടതി വിചാരണയുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ആ ചോദ്യം ചോദിച്ചു. ലോകം വളരെ ഏകാഗ്രതയോടെ കാതുകൂർപ്പിച്ച് കേൾക്കേണ്ട ഒരു ഉത്തരം യേശു പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, പറയൂ, നീ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണോ? നീ പ്രപഞ്ചസിഷ്ടാവായ സർവേശ്വരനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ? ഈ ചോദ്യം മറ്റൊരു രൂപത്തിൽ ചോദിക്കാം. നീ ക്രിസ്തുവാണോ? ക്രിസ്തുവാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ആണ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായൊരു ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കില്ല വ്യാകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ക്രിസ്തു എന്ന പേര് ക്രിസ്തുവിന് മുമ്പും ചിലർക്കുണ്ട്. ആ പേരിൽ ഒരാളാണ് കോരസ്. ക്രിസ്തുവിന് മുമ്പും ഈ ക്രിസ്തു എന്ന് പേര് വരത്തക്ക വിധത്തിലെ പ്രയോഗമുണ്ട്. അത് മശിഹ എന്നാണ്. മശിഹ എന്ന എബ്രായ പദത്തിൻ്റെ തത്തുല്യമായ ഗ്രീക്ക് പ്രയോഗമാണ് ക്രിസ്റ്റോസ്. മശിഹ എന്ന് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെ കണ്ടാലും അതിനെ ക്രിസ്തു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. അങ്ങനെയെങ്കിൽ കോരേശ് എൻ്റെ അഭിഷിക്തൻ, കോരേശൻ്റെ അഭിഷേകമുള്ളവൻ, ക്രിസ്തു എന്ന പദത്തിന് ആ അർത്ഥമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദാവീദൊരു അഭിഷിക്തനാണ്, കോരേശൊരു അഭിഷിക്തനാണ്, നമുക്കൊക്കെയും അഭിഷേകമുള്ളത് കൊണ്ട് നമ്മളും അഭിഷിക്തരാണ്. സാങ്കേതികമായി ആ പദം നിങ്ങളെ ചതിക്കില്ല. കോടതിയിൽ ആ പദം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്കത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ കോരേശിനെ പോലെ ദാവീദിനെ പോലെ അഭിഷേകമുള്ള ആളാണ്, ശമൂവേലിനെ പോലെ അഭിഷേകമുള്ള ഒരാളാണെന്ന് യേശുവിന് ക്ലെയിം ചെയ്യാം. പുരോഹിതൻ ബുദ്ധിമാനായിരുന്നു, ആ പഴുതടച്ചു. എന്നിട്ട് ഗഹനമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യം എന്താണെന്നറിയണ്ടേ? കേവലം മശിഹയാണോ എന്നല്ല. മശിഹ എന്ന് പറയുന്നതും മശിഹ എന്ന് പറയുന്നതുമായ രണ്ട് പ്രയോഗങ്ങളുണ്ട്. മശിഹ എന്ന് മാത്രം പ്രയോഗിച്ചാൽ അതിന് അഭിഷിക്തൻ എന്ന് മാത്രമാണ് അർത്ഥം. അതിൻ്റെ പിന്നിൽ ഇംഗ്ലീഷിലെ HA ഹ എന്നൊരു ശബ്ദം, അത് ഹീബ്രുവിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്.
അതിൻ്റെ അർത്ഥം ആർ യു ദ മെസ്സായ, നീ ആ ക്രിസ്തുവാണോ? എന്താണ് ഈ ആ ക്രിസ്തു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? പറയാം, അത് കേവലമായ അഭിഷേക തൈലം വീണാൽ ആ ക്രിസ്തു ആകില്ല. കേവലമായ അഭിഷേകത്തിൻ്റെ ശക്തി ജീവിതത്തിലേക്ക് ലഭിച്ചാൽ, പരിശുദ്ധാത്മാവിന് ലഭിച്ചാൽ, ശിംശോന് ലഭിച്ചതുപോലെ, ദാവീദിന് ലഭിച്ചതുപോലെ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ദൈവപുരുഷന്മാർക്ക് ലഭിച്ചതുപോലെ കിട്ടിയ ഒരഭിഷേകമുള്ള ഏതൊരാൾക്കും അഭിഷിക്തൻ അഥവാ മശിഹ എന്ന് പറയാം. പക്ഷെങ്കിൽ ഇവിടെ പുരോഹിതൻ അറിയേണ്ടത് അതല്ല, മറ്റൊരു മശിഹയുണ്ട്. ഈ മശിഹയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവൻ കന്യകയിൽ ജനിച്ചിരിക്കുന്നവനാകണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. കന്യകയിലാണ് അവൻ ജനിച്ചതെന്ന കാരണത്താൽ അവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായിരിക്കണം. സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായി, അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യതയുടെ പിതാവായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ആ മശിഹ, ഒരേ ഒരു മശിഹ, അത് താങ്കളാണോ? ദാവീദല്ലാത്ത, ശലോമോനല്ലാത്ത, ശിംശോനല്ലാത്ത, അല്ലെങ്കിൽ കോരേശ് അല്ലാത്ത ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി അഭിഷേകത്താൽ നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും ആത്മീകരായ ചരിത്ര പുരുഷന്മാരുടെ ആ നിരയിൽപ്പെടാത്ത, നിനക്ക് തുല്യനായി ആരുമില്ലാത്ത സാക്ഷാൽ വന്ദ്യനായവന്റെ, ആരാധ്യനായവന്റെ, പ്രപഞ്ചനാഥനായവന്റെ, സകലത്തിൻ്റെയും കാരണഭൂതനായ ആ ദൈവത്തിൻ്റെ പുത്രനായ മശിഹ നീയാണോ? ഒറ്റ ചോദ്യം, പഴുതടച്ചുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു ഒന്ന് പതറേണ്ടതാണ്. കാരണം പറയട്ടെ, പലയാവർത്തി യേശുവിനെ മശിഹ എന്നുള്ള യാഥാർത്ഥ്യം തൻ്റെ ശിഷ്യന്മാർ വിളിക്കുമ്പോഴൊക്കെ യേശു പറയും, താൻ മശിഹയാണ് എന്ന് ആരോടും പറയരുത്, അത് പറയാൻ സമയമായിട്ടില്ല. ഹല്ലേലൂയ. ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടിട്ട് നീ സാക്ഷാൽ പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവയോട് മിണ്ടാതിരിക്കാൻ ശാസിച്ചു. തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നിടത്തൊക്കെ മിണ്ടാതിരിക്കാൻ നാവിനെ ഒതുക്കിക്കൊണ്ട് ശാസിച്ച കർത്താവ് ഒരു ദിവസം വച്ചിരുന്നു. ആ ദിവസം എന്താ? ആ ദിവസം അടുത്തപ്പോൾ ദൈവപുത്രൻ പറയാ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ദൈവപുത്രൻ നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ഇഹലോകത്തിലേക്ക് നീ എന്നെ അയച്ചെന്നു, നിന്റെ ഹിതം നിവർത്തിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നുവെന്നുള്ള ആ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ സാന്നിധ്യം, സമയം ഇതാ സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി യേശുവിനെ മറച്ചു വെച്ചുകൂടാ. അതുകൊണ്ട് കോടതി മുറിയിൽ ഇത് രേഖയാകാൻ പോകുകയാണ്. അതെഴുതുന്ന രായസക്കാരുണ്ട്, ഗുമസ്തന്റെ നീട്ടിപ്പിടിച്ച പേനകൾ കയ്യിലുണ്ട്. പേനയ്ക്ക് വേണ്ടി അതിവിടെ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കൂട്ടുള്ള മഷിയുണ്ട്. അതുകൊണ്ട് എഴുതുവാൻ വേണ്ട തുകൽ ചുരുളുകളുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതെഴുതി കുറിച്ചു വെക്കാൻ അവരിങ്ങനെ കാത്തിരിക്കുക. അവൻ എന്തുത്തരം പറയും? അങ്ങനെ പ്രതിസന്ധിയുടെ മുൾമുനയിൽ യേശുവിനെ എത്തിച്ചു എന്ന സന്തോഷത്തോടെ ഇതാ ഈ പുരോഹിതൻ നിൽക്കുക. ആളുകൾ ആകാംക്ഷയോടെ അവനെ നോക്കുമ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ലോകത്തേതെങ്കിലും ഒരു കുറ്റവാളിയെ വിളിച്ച് അവനെ കൊണ്ടുവന്ന് പ്രതിക്കൂട്ടിൽ നിർത്തി കോടതി ചോദിക്കുകയാണ്, താങ്കളാണോ ആ സ്ഥാപനത്തിന് ബോംബ് വെച്ചത്? കുറ്റം നിഷേധിക്കുന്നുവോ? പ്രതി പറയും, ഞാൻ കുറ്റം നിഷേധിക്കുന്നു. നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്, ഏത് ഗുരുതര കുറ്റവും ചെയ്ത ആളുകൾ പുറത്തേക്ക് വന്നിട്ട് പറയും, കോടതിയിൽ എനിക്ക് സത്യം തെളിയിക്കാനാവും, ഞാൻ നിരപരാധിയാണ്. ഇത് പറയാത്തൊരു കുറ്റവാളിയെയും നമ്മളിവിടെ കാണുന്നില്ല. സകല കുറ്റവാളികളും ഒരുപോലെ പറയും, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ഇവരെയൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന ക്രിമിനൽ സ്വഭാവമുള്ള വക്കീലന്മാരുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് അതൊക്കെ കാണുകയാണ്. നോക്കണമേ, ഒരു ഡോക്ടറെ കത്രികയ്ക്ക് കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ മനുഷ്യൻ, ഒരു അധ്യാപകനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം ആളുകൾക്ക് കീഴിലിരുന്ന് പഠിക്കേണ്ട ദുര്യോഗം ആ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടായല്ലോ. ആ കുട്ടിയെ ഭീകരമായി കുത്തി കൊലപ്പെടുത്തിയ ആ മനുഷ്യനെ കുറിച്ചും വക്കീൽ പറയുന്നത് എന്താ? ആള് നിരപരാധിയാണ്, ഞങ്ങൾ കോടതിയിൽ തെളിയിക്കും. എത്രമാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥ അതപ്പതിച്ചു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ വെച്ച് ചോദിക്കുക, കോടതി യേശുവിനെ കൊണ്ട് വിചാരണ നടത്തിയിട്ട് ഒറ്റ ചോദ്യം. ഈ ചോദ്യം വെറുതെ കോടതി ചോദിക്കല്ലെന്നേ. കാരണം നിരവധി ആളുകൾ ആ കാലഘട്ടത്തിൽ വന്നിട്ട് പറയാറുണ്ട്, ഞാനാണ് മശിഹ, ഞാനാണ് മശിഹ. കുറേ പേര് അത് കേട്ടിട്ട് കൂടി കുറേ കഴിഞ്ഞ് മനസ്സിലാകും, ഇയാൾ മശിഹയല്ല, ഇയാൾ ദൈവമല്ല, ദൈവമനുഷ്യനുമല്ല, ആത്മികനുമല്ല, അനാത്മികനുമല്ല, ഒരു തട്ടിപ്പുകാരനാണത്. മനസ്സിലാക്കാൻ സമയമെടുക്കും. അവൻ കുറേ പേരെ ചതിക്കും, അത് കഴിഞ്ഞ് പോകും. അടുത്തവൻ വരും, അവൻ കുറേ പേരെ ചതിക്കും. ഇങ്ങനെ ചതിയുടെ, കുതിയാൽവെട്ടിൻ്റെ, തന്ത്രജ്ഞതയുടെ, ആത്മീയത ഉപയോഗിച്ചുള്ള ഒട്ടേറെ തട്ടിപ്പുകളുടെ പരമ്പരയിൽ വലഞ്ഞുപോയ മനുഷ്യരൊത്തിരി ആ നാട്ടിലുണ്ട്. അവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക, ഉത്തരം എന്താണ് യേശു പറയുന്നതെന്ന് കാത്തിരിക്കുക. കാരണം ഇത്തരം ആളുകളും കോടതിയിൽ പിടിക്കപ്പെടുമ്പോൾ
ഇങ്ങനെ ഒരിക്കലും പറയില്ല, ഉറപ്പോടെ പറയില്ല ആ മഷിക ഞാനാണ്. കാരണം അടുത്തത് ചോദിക്കാൻ പോകുന്നതേ ആ മഷികയാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, തെളിവാണ് കൊടുക്കേണ്ട. തെളിവില്ലാതെ വിശ്വസിക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ആൾ ദൈവങ്ങളുണ്ട്, മനുഷ്യൻ തന്നെ ദൈവമായി തീരുന്ന ഒട്ടേറെ അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്കവരോടൊന്നും പിണക്കമൊന്നുമില്ല, കാരണം അതവരുടെ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, ദൈവമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ദൈവം സ്ഥലം, കാലം, അതുപോലെ തന്നെ പദാർത്ഥം, ഈ 3 കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ലാത്ത ആളാണ് ദൈവം. മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടെ പറയാം. ദൈവത്തിന് സ്ഥലം ബാധകമല്ല, ദൈവത്തിന് കാലം ബാധകമല്ല, ദൈവത്തിന് പദാർത്ഥം ബാധകമല്ല. പിടികിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ ലളിതമായിട്ടൊന്ന് പറയാം. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഈ ധനുവച്ച പുരത്തെ ഞങ്ങളുടെ കൂടിവരവിനുള്ളിലേക്ക് നിൻ്റെ സാന്നിധ്യം ഒന്ന് അയക്കണമേ, അവിടുത്തെ കൃപ ഞങ്ങളിലൊന്ന് വ്യാപരിക്കണമേ. ഇത് കേട്ടിട്ട് ദൈവം പറയും, മോനെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഞാനിപ്പോൾ ന്യൂജേഴ്സിയിലാണ്, അവിടെ എൻ്റെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ ഞാൻ അതുവഴി വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയുമോ? ഇല്ല. കാരണം ദൈവത്തിന് സ്ഥലം ബാധകമല്ല. അമേരിക്കയിൽ ഇന്ന് പകലാണ് ഈ സമയത്ത്, അവിടെയും പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഈ രാത്രി ഇവിടെയും പ്രവർത്തിക്കാം. പ്രപഞ്ചത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ പതിയാത്ത ഇടത്തും ഒക്കെ അവിടുത്തെ സാന്നിധ്യം ചെല്ലും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കരം എന്നെ പിന്തുടരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്ഥലം ബാധകമല്ല, സമയവും അങ്ങനെയാണ്. ഇത് രണ്ടും കണക്റ്റഡാ. സ്ഥലവും സമയവും ബാധകമല്ല. മൂന്നാമത്തെ വിഷയം, ദൈവത്തിന് പദാർത്ഥം ബാധകമല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ കാലവും സമയവും പദാർത്ഥവും നമ്മളെ ബാധിക്കും. മനസ്സിലായോ? ഇവിടെ ഇപ്പം ഞാൻ പരിചയമുള്ള ഒരാൾ ഈ പാട്ട് പാടുന്ന ദൈവാസനാണ്. മറ്റെല്ലാവരെയും പരിചയമുണ്ട് ദൈവാസന്മാരെ. പാട്ട് പാടുന്ന ദൈവാസനെ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ ചില നാൾക്ക് ശേഷം കണ്ടിട്ട് ഞാൻ പറയുകയാണ്, സ്റ്റാൻലി പാസ്റ്റർ എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. അദ്ദേഹം എന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അന്ന് കണ്ടതിനേക്കാൾ തല നിറച്ചല്ലോ, എന്തോ പറ്റി? ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ തിരിച്ച് ആ മനുഷ്യനെ ഒന്ന് നോക്കിയാൽ മതി. കാരണം പുള്ളിയും ക്ഷീണിച്ചു പോയി, പുള്ളിയുടെയും തല നിറച്ചു. അങ്ങനെ സന്തോഷിക്കാൻ പറ്റട്ടെ, നമ്മൾ കണ്ണാടി വെച്ചേക്കുന്നത് സന്തോഷിക്കാൻ പറ്റട്ടെ. അങ്ങനെയും കണ്ണാടി വെക്കും താമസിക്കാതെ. അങ്ങനെയാണ്. എന്താ കാര്യം? നമ്മൾ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആൾ ക്ഷീണിച്ചു പോയി, കാലം ബാധിച്ചെന്ന്, ടൈം അഫക്റ്റ് ചെയ്തെന്ന്. 4-5 കൊല്ലം കണ്ട കാഴ്ചയേക്കാൾ നമ്മൾ ക്ഷീണിതനായിപ്പോയെന്ന്, കാലം ബാധിച്ചു. എന്നാൽ കർത്താവ് പറയും, ഈയിടെയായിട്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ദൈവം പറയുമോ? ഈയിടെയായിട്ടൊരു കാര്യം എനിക്ക് കേൾക്കത്തില്ല, ഉറക്കെ പ്രാർത്ഥിച്ചേ, ഇച്ചിരൂടെ ഒച്ചത്തി പറഞ്ഞേ, പറയോ? പറയില്ല. ചില ആൾക്കാർ കണ്ടില്ലേ, നമ്മൾ എന്തോ പറഞ്ഞാൽ അവർക്ക് കേൾക്കത്തില്ല. ഉച്ചത്തി പറഞ്ഞ് എനിക്ക് കേൾക്കത്തില്ല, പഴയ പോലൊന്നുമല്ല, എനിക്ക് കേൾക്കത്തില്ല. അവരെ കുറ്റം പറഞ്ഞാൽ അവർ കേൾക്കും, അത് വേറെ കാര്യം, അത് വേറൊരു സത്യം. അങ്ങനെയാണ്. അവർ നമ്മുടെ നാവ് ചലിക്കുന്നത് കണ്ട് അവരർത്ഥം മനസ്സിലാക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ്. ദൈവത്തിന് ഇങ്ങനെല്ലാം ഉണ്ടോ? അതിനാ വചനം പറയുന്നത്, സ്ഥലം, കാലം, സമയം, ഇതെല്ലാം ചേർത്ത് പറയാ, അവനെ ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. എത്ര മനോഹരമായൊരു മലയാള പ്രയോഗമാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത, സ്ഥലം കാലം ഇവ ബാധിക്കാത്ത സർവശക്തനായ ദൈവം. 4 ദൈവങ്ങളെടുത്ത് അവരും പ്രായമായി ക്ഷീണിച്ചു, കണ്ണാടിയൊക്കെ വെച്ചു, അങ്ങനെയൊക്കെയാണ്. കളിയാക്കിയതൊന്നുമല്ല കേട്ടോ, അവരെ മോശം പറഞ്ഞതുമല്ല. ഞാൻ അവരെ വല്ലാതെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഏതായാലും മറ്റ് പല രൂപങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഇതൊരു മനുഷ്യനാണല്ലോ, അതാ അതിലെ സന്തോഷം. അതുകൊണ്ടാ മറ്റു ഭീകരമായൊരു രൂപമൊക്കെ കണ്ട് ശീലിച്ചു വന്നിട്ടുള്ള നമുക്ക് ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല, എന്തെങ്കിലും ആയിപ്പോട്ടൊരു മനുഷ്യൻ, ആ ഒരു ബഹുമാനം അതുണ്ടാ. പിന്നെ പ്രോബ്ലം എന്താ? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമുള്ളത്, ഈ ഐക്യരാഷ്ട്രസഭയിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ആളുകളും ഈ ഐക്യരാഷ്ട്രസഭയിലെ സമ്മേളനമൊക്കെ നടക്കുന്ന ഇടത്തേക്ക് ആ ഭിത്തി തുളച്ചിറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയല്ല. പാസ്പോർട്ടുമൊക്കെ എടുത്ത് എമിഗ്രേഷൻ ക്ലിയറൻസൊക്കെ നടത്തി എയർപോർട്ട് വഴി ഒരു 100 ചെക്കിങ്ങും കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങുകയാണ്. എൻ്റെ അർത്ഥം എന്താ? സ്ഥലവും കാലവും ഒക്കെ ബാധകമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? സ്ഥലം ബാധിക്കുന്നു, കാലം ബാധിക്കുന്നു. അടുത്തത് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കാലം ബാധിക്കുന്നത് അല്പം കൂടെ ഒന്ന് പറയാനുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. സമയം അഥവാ കാലം. ഒരിക്കലൊരു കൊച്ചു കുട്ടി
രാത്രി കിടന്ന് ഭയങ്കര കരച്ചില്ല. അല്ലാതെ കരഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം ഉണർന്നു. അപ്പം അവനെ ഇങ്ങനെ ലാളിക്കുന്ന ഒരു മുത്തച്ഛനുണ്ട്, ഗ്രാൻഡ് പാരൻ്റ്. അങ്ങനെ എണീറ്റു. അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പം അവൻ്റെ ആഗ്രഹം ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ ഡബ്ബയ്ക്കകത്ത്, ഒരു പൗഡറിൻ്റെ ടിന്നിനകത്ത് കുറേ മഞ്ചാടിക്കുരുവല്ല ഇട്ടിട്ട് കിലുകണം. സമയം രാത്രി 1:30 ഇനി കിലുകണം. ഇവൻ്റെ കരച്ചിൽ കാരണം ഒരു രാത്രി തന്നെ ടോർച്ചും കൊണ്ടുപോയി മഞ്ചാടിക്കുരു പെറുക്കി, അവിടെ കണ്ട് നിൽപ്പുണ്ട്, അവിടെ പോയി മഞ്ചാടിക്കുരു പെറുക്കി ഈ പൗഡറെല്ലാം കളഞ്ഞ് അടച്ചിവൻ്റെ കൊടുത്തിട്ട് കിലുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നലെയാണ് കിലുക്കണ്ടേ, ഇന്ന് കിളിക്കാൻ പറ്റില്ല, ഇന്നലെ. നടക്കുമോ? അല്ല നടക്കുമോ? നടക്കുകയില്ല. നമ്മൾ തോറ്റു പോകേണ്ട അടുത്ത് രക്ഷയില്ല. ഒരു മനുഷ്യനും ഇന്നലെ കിളിക്കാൻ പറ്റില്ല. അതാ ശരി. കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ സ്റ്റാൻലി പാസ്റ്ററെ കണ്ടപ്പോൾ അല്ല എന്നെ കണ്ടപ്പോൾ ക്ഷീണിച്ചു പോയിന്നേ പറയത്തുള്ളൂ. ചില സഹോദരിമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്നെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. എന്തോ ഒരു അത്യാവശ്യമാണെന്ന് കണ്ടില്ലേ, ഇവരെ പോയി ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ട് ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. എന്തൊരു തേജസ്സായിരുന്നു എൻ്റെ മുഖത്ത്. പോട്ടെ, ഇപ്പോഴിങ്ങനെയും ഇരിക്കുന്നത്, അതോർത്ത് സന്തോഷിക്കും. പോട്ടെ, ചുമ്മാ നിങ്ങൾ തട്ടിവിടുക. ഏത് ബലത്തിലാണ് പറയുന്നത് അറിയണ്ടേ? അതെ, നമ്മളാരും ഇവരെ ചെറുപ്പത്തിൽ പോയി നോക്കുകയല്ലോ എന്നുള്ളൊരു നല്ല ബോധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് എന്നെ ചെറുപ്പത്തിലൊന്ന് കാണുമായിരുന്നു. അങ്ങനെയാണ് ഭാര്യമാരൊക്കെ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, എൻ്റെ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഒന്ന് കാണുമായിരുന്നു. നമുക്കറിയാം ഇതിനകത്ത് കാര്യമൊന്നുമില്ല. പിന്നെ അതങ്ങ് മൂളിയേക്കണം. കുടുംബത്തൊരു വഴക്കുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ശരിയടി, നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം മനുഷ്യനിങ്ങനെ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യന് പറ്റില്ല എന്നാണ്. ശരിയല്ലേ? ആ ഭൂതകാലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതേ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന് ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റുമോ? ദൈവത്തിന് പോകാൻ പറ്റുമോ? ഭൂതകാലത്തിലേക്ക് ഞാനതിനെ ചിന്താർഹമായ ഒരു വസ്തുത പറയാം. വചനം പറയുന്നു, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതാ ശരി പരിഭാഷ. ആകാശം എന്ന് പറയുന്നതിലും നല്ലത് ശരി പരിഭാഷ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ അങ്ങോട്ട് സന്ധ്യയായി ഉഷസുമായി അങ്ങനെ ദിവസങ്ങൾ പോയി, കാലങ്ങൾ മുമ്പോട്ട് പോയി. ആദം ഹവ്വമാർ സൃഷ്ടിക്കപ്പെട്ടു, പാപത്തിൽ അധപ്പതിക്കപ്പെട്ടു. അങ്ങനെ വന്ന് നമ്മുടെ കൺവെൻഷൻ വരെ ഇന്ന് വരെയുള്ള ഈ സംഭവങ്ങൾ നമ്മൾ ഒരു ഡയഗ്രം വരച്ച് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ കുറേ ശ്രമിച്ചാൽ പറ്റും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വരച്ചു പോവാം. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഉൽപ്പത്തി 1:1 ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ആ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ അങ്ങോട്ട് പോവാം. ഇത് എഴുതിയത് മോശയാണ്. ഉൽപ്പത്തി മോശയോട് ചോദിക്കുക, ജിജ്ഞാസയുള്ളൊരു കുട്ടി വന്നിട്ട് ചോദിക്കുക, ഓ ദൈവപുരുഷനെ, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നങ്ങ് പഠിപ്പിച്ചു. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് എന്തായിരുന്നു പറ? മരിക്കുന്നതിന് മുമ്പ് മോശ അതിന് ഉത്തരം പറഞ്ഞിട്ടാണ് മരിച്ചത്. തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചു കിടക്കുന്ന വേദിയിൽ വന്ന ഒരു ഗംഭീരൻ സംഗീതം ആലപിച്ചു മോശ. അർത്ഥവത്തായൊരു സംഗീതം. അതാ നമ്മളിന്ന് പാടി ആസ്വദിക്കുന്ന 90-ാം സങ്കീർത്തനം. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ ദർശനത്തിനും 10,000 കോടി കാതം അപ്പുറത്തേക്ക് എന്നിട്ട് പറയുക, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അങ്ങോട്ടൊരു പോക്ക്. ആദിക്കപ്പുറത്തപ്പുറത്ത് അനാദി. ഹല്ലേലൂയ. ഇത് യേശു പൂരിപ്പിച്ചു തരിക. യോഹന്നാൻ്റെ സുവിശേഷം 17 പറയുക, പിതാവേ, നാഴിക വന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തുന്ന നാഴിക വന്നു. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ലോകാരംഭത്തിനു മുമ്പേ, ആകാശഭൂമികളുടെ സൃഷ്ടിക്ക് മുമ്പേ, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമണ്ഡലത്തെയും ഭൂമിയെയും സ്ഥാപിക്കുന്നതിന് മുമ്പേ, അനാദിയായും ശാശ്വതമായും അങ്ങിരിക്കുമ്പോൾ നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വം അതിലേക്കെന്നെ തിരികെ ചേർക്കണം.
അപ്പം മുമ്പോട്ട് പോകാനല്ല പറയുന്നത്, എനിക്ക് പുറകോട്ട് പോകണം. ഇന്നലെ കൊച്ചു പയ്യൻ പറഞ്ഞ പോലെ എന്നെ അവിടേക്ക് കൊണ്ടുപോകണം. മനസ്സിലായോ? പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഇപ്പം യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയതേ ഇങ്ങനെ മുമ്പോട്ടല്ല, പ്രൈസലോ, ഇങ്ങനെ ഇങ്ങോട്ടാണ് പോയത്. ഭൂതകാലത്ത് താൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ആ വന്ന വഴിക്ക് തിരിച്ചൊരു പോക്ക്. നമുക്ക് പക്ഷേ അങ്ങനെ പറ്റില്ല. നമ്മൾ ഇങ്ങനെ പോയാലേ പറ്റൂ. അങ്ങനെ പോയിട്ട് രണ്ട് വഴിയുണ്ട് നമ്മുടെ മധ്യേ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ പുനരാഗമനം. വ്യക്തത വന്ന യേശുവിൻ്റെ പുനരാഗമനമോ മരണമോ നമുക്ക് ആ വഴി ചെല്ലാൻ പറ്റുന്ന. ഇങ്ങനല്ല നമ്മുടെ പോക്ക്. നമ്മൾ ഇങ്ങനെ പോയി ഇവിടെ ചെല്ലും. മനസ്സിലായോ? അപ്പോൾ ഒരു വൃത്തം കണക്കായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു വൃത്തം കണക്കാണ്. അപ്പം നമുക്കാണ് ഈ ഭൂതകാലവും ഭാവികാലവും ഒക്കെ ഉള്ളത്. ഈ ദൈവത്തിന് ഭൂതകാലമില്ല, ഭാവിയില്ല. സകലതും നഗ്നവും മലർന്നവുമായി അവൻ്റെ മുമ്പാകെ കിടക്കുന്നു. 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. വെളിപ്പാട് തിരുവനന്തപുരത്ത് പറയുക, വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, ദൈവപുത്രൻ അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചെന്ന് കണ്ടുപിടിച്ചു, ആൾ തന്നെ ഇങ്ങനെ ഇവിടെ എത്തി. നമ്മളെല്ലാം തന്നെ ഇവിടെ വെച്ച് ഒത്തുകൂട്ടും. അതാണ് നിത്യത. മനസ്സിലായോ ഏകദേശം? അപ്പോൾ ദൈവത്തിന് സ്ഥലം, കാലം, പദാർത്ഥം ഇത് ബാധിക്കില്ല. പദാർത്ഥം ബാധിക്കില്ലെന്ന് മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞില്ല, അത് മാത്രം. ഈ ഹൈസ്കൂളിലൊക്കെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ പാടാനുമൊക്കെ എപ്പോഴും ടാലൻ്റ് ഉണ്ടാവും ഉള്ള കുട്ടികൾ. അവർ ഈ ഉണർവ്യോഗം നടത്തി ഈ സൗണ്ടെല്ലാം അങ്ങ് പോകും. 500 പേരിരിക്കുന്ന വേദിയിൽ 5000 പേർക്കുള്ള സൗണ്ട് മൈക്കുള്ളപ്പോൾ തന്നെ എടുത്താൽ ആ സൗണ്ട് എങ്ങനെ വരുമെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ പാടാൻ പറ്റില്ലെന്ന്. ശരിയാണോ? നല്ല ശബ്ദം എടുത്ത് പ്രസംഗിച്ചാൽ പിന്നെ പാട്ട് നടക്കില്ല. അതുകൊണ്ട് ഈ 50 പേരിരിക്കുന്ന വേദിയിൽ 5000 പേരുടെ സൗണ്ട് എടുത്താൽ ഈ മനുഷ്യനെ നമ്മൾ വഴി വെച്ച് കണ്ടാൽ സുഖമായിരിക്കുന്നു. എവിടാ ഇപ്പം എന്നൊക്കെ ചോദിച്ചാൽ വർത്താനം പറഞ്ഞാൽ പുള്ളി മറുപടി പറയും, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. എവിടാ ഇപ്പം? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ എവിടെയാ ദൈവത്തിൻ്റെ ദാസൻ? എവിടെയാ? മിമിക്രിക്കാർ സംസാരിക്കുന്നില്ല. പുള്ളിയുടെ കുഴപ്പമില്ല. പദാർത്ഥം, ചുറ്റുപാട്, അന്തരീക്ഷം ബാധിച്ചു. ഓകൽക്കോടൊക്കെ പോയിന്ന് മനസ്സിലായില്ലേ? ഇത് ബാധിക്കും. എൻ്റെ മര്യാദയ്ക്ക് ജീവിച്ചോണം, അതാ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? നമുക്കുള്ള ശബ്ദം എടുക്കാവുള്ളൂ. അല്ലാതെ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പണ്ട് ലോക്കലിലൊരു ഗാനമേള നടന്നു. ഈ ഗാനമേള നടക്കുമ്പോൾ ഈ കപ്പക്കാലയിലൊക്കെയാണല്ലോ ഗാനമേള നടക്കുന്നത്. ന്യായമായിട്ട് പാടുന്ന ആളുകളാണ്. എങ്ങാണ്ടൊന്നൊക്കെ വന്നാൽ നല്ല ടീമാണ് പാടുന്നത്. ആ ലോക്കലൊരു ഗായകനുണ്ട്, ഇവനും ഒന്ന് പാടണം. ഒടുവിലിവൻ പോയി സംഘാടകരെടുത്ത് കുറിപ്പ് കൊടുത്ത് അവനെ എല്ലാവരും പറഞ്ഞു, ഇവിടെ ഉള്ളൊരു പയ്യലല്ലേ, ഒരു അവസരം കൊടുക്കാൻ പറഞ്ഞു. അവൻ വന്നിട്ട് മധുമൊഴി രാധേ നിന്നെ തേടി എന്ന് പറഞ്ഞിട്ട് നീട്ടിയതാ. ഈ പെടലി ഉളുക്കിപ്പോയി. മനസ്സിലായിക്കോണം. പെടല ഉളുക്കി പോയിട്ട് അവസാനം തൊണ്ട് കൊണ്ടുവന്ന് ചൂടാക്കി അവൻ്റെ ശരീരം പിന്നെ വലിച്ചു കൊടയാൻ ആൾ വന്നു. കോച്ചുവാദം വന്നവനെ. ഈ വയ്യാത്ത പണിക്ക് പോകില്ല, അതിനെ പറഞ്ഞു വന്നേ. പറ്റാത്ത പണി ചെയ്യരുത്. പദാർത്ഥം കയറി ബാധിക്കും നമ്മളെ. മനസ്സിലായോ? ഈ മാറ്റർ ബാധിക്കും. കുടിക്കുന്ന വെള്ളം പോലും നമ്മളെ ബാധിക്കും. പരിസരം ബാധിക്കും. ദൈവം ഇതൊന്നും ബാധിക്കാത്തവനാണ്. ഇതൊന്നും ഏശാത്തവനാണ് ദൈവം. ഹല്ലേലൂയ. ഇതൊന്നും അവന് ബാധകമല്ലെന്ന്. എല്ലായിടത്തും എല്ലാ മനുഷ്യരോടും എല്ലാ സമയത്തും എക്കാലഘട്ടത്തിലും ഇടപെടാം. ഭൂതഭാവി വർത്തമാന കാലങ്ങളില്ലാത്ത ത്രികാലങ്ങളെ തിരുക്കരത്തിൽ വഹിച്ച അത്യുന്നതന്റെ പേരാ ദൈവം. അവന് സമനായി ഒരുത്തനുമില്ല. അവനത്രേ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇനി അല്പം പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യം ചോദിക്കാൻ പോകുന്നത്. യേശു ദൈവമാണോ? ആണോ? എല്ലാവരും ആരാധിക്കുന്നുണ്ട്. മറുപടി പറയുന്നേ, യേശു ദൈവമാണോ? സഹോദരിമാരും ഉച്ചത്തിൽ മറുപടി പറഞ്ഞാട്ടെ. യേശു ദൈവമാണെന്ന് പറയാൻ നാണമാണെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കർത്താവ് ദൈവമാണ്. 100% ദൈവമാണ്.
പരിപൂർണ ദൈവമാണ്. ശരിയല്ലേ? അങ്ങനെയാണല്ലോ അടുത്ത ചോദ്യം. യേശുവിന് സ്ഥലം, കാലം, പദാർത്ഥം ഇവ ബാധകമായണോ? യേശുവിന് സ്ഥലം ബാധകമായോ, കാലം ബാധകമായോ, പദാർത്ഥം ബാധകമായോ? പറ. ബാധകമായി. അപ്പോൾ പഠിക്കുന്ന കക്ഷികളോട് ഉണ്ട്. ആയെന്ന് അല്ലേ? 33 വയസ്സ് അല്ല, യേശുവിനെ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപോലെ ഇരിക്കുകയാണോ? 33 വയസ്സെന്ന് പറഞ്ഞാൽ സമയം ബാധിച്ചെന്ന്. ശരിയല്ലേ? അവൻ പാലസ്തീനിയ വിട്ട് പുറത്തു പോയില്ല, സ്ഥലം ബാധിച്ചു. അവൻ ഗലീലയിലേക്ക് വന്നാറേ, കണ്ടോ? അവിടെ അങ്ങനെ സ്ഥലം ബാധിച്ചു, കാലം ബാധിച്ചു, പദാർത്ഥം ബാധിച്ചു. ആണിയടിച്ചു മരക്കുരിശിലേക്ക് അവനെ തറച്ചു, വേദനിച്ചു, വിശന്നു. അപ്പോൾ ദൈവമാകുമോ? വലിയൊരു ചോദ്യം അല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നിരീശ്വരന്മാർ പല ചർച്ചകളിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവത്തിന് വിശക്കുമോ? ഞങ്ങളുമായി ചർച്ചയ്ക്കൊക്കെ വരുന്ന മറ്റു ചില ഗ്രൂപ്പുകാരൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ദൈവം മരിക്കുമോ? ദൈവത്തിന് ക്രൂശിൽ കിടന്ന് കരയേണ്ടി വരുമോ? ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ദൈവം ഗത്സമനെ കിടന്ന് പ്രാർത്ഥിക്കുമോ? 100 ചോദ്യം. അത്തരം ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളെ വിശ്വാസത്തിൽ നകറ്റാൻ വേണ്ടി യേശു ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ വരും. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, അവൻ പരിപൂർണ ദൈവമാണ്, ഒരാശങ്കയും ഞങ്ങൾക്കില്ല, അവൻ പരിപൂർണ ദൈവം. എന്താ കാര്യം? അത് വെറുതെ വിശ്വസിക്കണ്ട. സ്ഥലവും കാലവും പദാർത്ഥവും ബാധിച്ച യേശുവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് യേശുവിനോട് ചോദിക്കാം, സ്ഥലം ബാധിക്കാതെ, കാലം ബാധിക്കാതെ, പദാർത്ഥം ബാധിക്കാതെ നിനക്ക് ആ സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം അവയുടെ ഒരളവെങ്കിലും ഒന്ന് കാട്ടിത്തരാമോ? അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വെല്ലുവിളിച്ചപ്പോഴല്ല, കാലം കുറേ കഴിഞ്ഞ്. വെല്ലുവിളിച്ചാലൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ ആരോടാണ് ഇടപഴകുന്ന നല്ല ബോധ്യം വേണം, അല്ലേ? സ്തോത്രം. നമ്മൾ ഇവിടെ ഈ വയലെല്ലാം വെട്ടി ശരിയാക്കി ഒരു ഫുട്ബോൾ പന്തും മേടിച്ച് 2 വലയും വെച്ച് കെട്ടിയിട്ട് മെസ്സിയെ വെല്ലുവിളിച്ചാൽ മെസ്സി ഇങ്ങോട്ട് വരുമോ? തന്നെ ഒച്ചപുരത്തിറങ്ങി കളിക്കാൻ വരുമോ? വരികയില്ല. എടാ, മെസ്സിയെ വെല്ലുവിളിച്ചാൽ വരേണ്ട സ്ഥലമുണ്ട്. തത്തുല്യ അളവിലുള്ളവൻ വെല്ലുവിളിച്ചാലേ വരൂ. എല്ലാവരും അടുത്തവൻ ഈ വെല്ലുവിളി കേട്ടിട്ട് അത് സ്വീകരിക്കാറില്ല, നിന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലെന്ന്. മെസ്സി ഇത് അറിഞ്ഞിട്ട് പോലില്ല നീ ഇവിടെ കിടന്ന് വെല്ലുവിളിക്കുന്ന വിവരം മെസ്സി അത് ഗവനിച്ചിട്ടേ ഇല്ല. ഫേസ്ബുക്കിൽ കുറിച്ചിടുക, മെസ്സിക്ക് ധൈര്യമുണ്ടോ എന്നോ. അങ്ങനെ വെല്ലുവിളിക്കുമ്പോഴല്ല, പാലസ്തീനിയയിലെ ഗലീലിയ എന്ന ആ തടാകത്തിൻ്റെ ഓളവും തിരയും ഇങ്ങനെ തല്ലി അന്തരീക്ഷമാകപ്പാടെ മാറി, പടകും അന്തരീക്ഷവുമൊക്കെ ഇങ്ങനെ അല്ലാതെ പ്രക്ഷുബ്ധാവസ്ഥയിൽ അവരിങ്ങനെ അർദ്ധരാത്തിൽ കണ്ണു നട്ട് ഭീതിജനകമായ അവസ്ഥയിൽ കുറ്റാക്കുറ്റിരുട്ടത്തേക്ക് ദൂരേക്ക് നോക്കുമ്പോൾ ആർത്തലക്കുന്ന തടാകത്തിൻ്റെ മീതെ കൂടി ഒരുവൻ നഗ്നപാതനായി നടന്നു വരുന്നു. അവനെ കണ്ട് അമ്പരന്ന് അവൻ ഭൂതമാണെന്ന് ചിലർ ധരിച്ചു. ചിലർക്ക് ചിന്തിക്കാനായി ഇതെൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. കടലിന്മീതെ നടന്ന് അവൻ പദാർത്ഥ അതീതനാണെന്ന് തെളിയിച്ചു. മരിച്ച് നാറ്റം വെച്ച് കല്ലറയ്ക്കുള്ളിൽ ജീർണിക്കാൻ തുടങ്ങിയവന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് ലാസറേ പുറത്തു വരിക എന്നവൻ വിളിച്ച് തൻ്റെ കർത്തൃത്വത്തിൻ്റെ ആധികാരികത തെളിയിച്ചു. അവൻ കാലത്തിനതീതനാണെന്ന് തെളിയിച്ചു. അവൻ പദാർത്ഥത്തിനതീതനാണെന്ന് തെളിയിച്ചു. ഹല്ലേലൂയ. അടച്ചിടപ്പെട്ട ആ ഹാളിൻ്റെ ഉള്ളിലേക്ക്, ആലയത്തിൻ്റെ ഉള്ളിൽ വിഷാദചിത്തരായിരിക്കുന്നവരുടെ നടുവിൽ പ്രത്യക്ഷനായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ സ്ഥലത്തിനും കാലത്തിനും പദാർത്ഥത്തിനും അതീതനായി ചിലപ്പോൾ കാട്ടി, ചിലപ്പോൾ അതിന് വിധേയനായി. എന്താണ് കാരണം? പറയാം. ഫിലിപ്പി ലേഖനം വായിക്കേണ്ട 2-ാം അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ അവൻ പദാർത്ഥവിധേയനായി, കാലവിധേയനായി, അവൻ സമയവിധേയനായി. അവൻ ഇങ്ങനെ മനുഷ്യനായ വേളയിലാണ് ഇതിനൊക്കെ വിധേയനായത്. മനസ്സിലായോ?
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം പദാർത്ഥത്തിനും സ്ഥലത്തിനും കാലത്തിനും ടൈം, സ്പേസ് ആൻഡ് മാറ്റർ, ഇതിന് മൂന്നിനും വിധേയനായ വ്യക്തിത്വത്തിൻ്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞങ്ങളുടെ ആളുകൾ ചോദിക്കും, ഈ ദൈവം മനുഷ്യനാവോ? നമ്മുടെ ദൈവത്തിന് മനുഷ്യനല്ല, വേണ്ടി വന്ന അമീബയാകാനും ശേഷിയുണ്ട്, ഇല്ലേ? കഴിവുള്ളൊരു ദൈവത്തിന് മനുഷ്യനാകാൻ ബുദ്ധിമുട്ടാണോ? ദൈവത്തോട് പറയും, മനുഷ്യനാകാൻ പറഞ്ഞാൽ മോനെ അത് മാത്രം എനിക്ക് ഇന്ന് വരെ, ഞാൻ ഒത്തിരി നാൾ ശ്രമിച്ചു, ഇതുവരെ പറ്റിയിട്ടില്ല. പറയുമോ? പറയില്ല. ഗോഡ് ക്യാൻ. അതാ നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വന്നെന്തിനാ? ക്രൂശിക്കപ്പെടാൻ. ക്രൂശിക്കപ്പെടുന്നെന്തിനാ? തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്ന വചനം നിവൃത്തീകരിക്കാൻ അവൻ തന്നെ അർപ്പണം ചെയ്ത് ഇതാ ഈ മതകോടതിയുടെ മുമ്പിൽ നിൽക്കവേ ഒറ്റ ചോദ്യം കോടതി, നീ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒട്ടും വിടാതെ 70 അംഗങ്ങളുടെ ന്യായാധിപ സദസ്സിൻ്റെ മുമ്പിൽ, സന്നിധി എന്ന് വിളിക്കുന്ന മതകോടതിയുടെ മുമ്പിൽ, അന്നാസും കയ്യബാവു എന്ന് പറയുന്ന 2 മഹാപുരോഹിതന്മാരും നിരവധി ചെറുപുരോഹിതന്മാരും സഹായികളും വിധി കേൾക്കാൻ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ മറുപടി, ഞാൻ ആകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർപ്പ് തന്നറിയട്ടെ, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും ഒടുവിലവൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും നിങ്ങൾ കാണും. വാക്കിന് പഴുതടച്ചുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ആ കോടതി മുറിയിൽ നിൽക്കുന്ന അന്തസുറ്റവനെ, തേജസുറ്റവനെ നമുക്ക് നോക്കിക്കൊണ്ട് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാം, ഇവനത്ര എൻ്റെ പ്രിയൻ, അവനത്ര എൻ്റെ ആത്മമണവാളൻ, അടിപതറാത്ത, തകർന്നു പോകാത്ത, ചോദ്യശരങ്ങളേറ്റ് പിടയാത്ത അദയ്യനായ ആ ദൈവപുത്രനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരേ സ്വരത്തിൽ സുവിശേഷത്തിന്റെ സാരാംശം നമുക്ക് ഉലകത്തോട് വിളിച്ചു പറയാം. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർ ഇടയിൽ നൽകപ്പെട്ട ഉജ്ജ്വല നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. സാധാരണതയിലേ ആളുകൾ ഈ പൊതുയോഗത്തിലും ഒക്കെ ഇറങ്ങി പ്രസംഗിക്കുന്ന വഴിക്ക് ആവേശം കയറിയിട്ട് പറയും, ഞാൻ രാജാവാണ്, അല്ലെ ഞങ്ങൾ പണ്ട് രാജാക്കന്മാരായിരുന്നു, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ഇങ്ങോട്ട് വന്നേ, എനിക്ക് പരിചയമുള്ള ആളാണ് കൂടെ വന്നേ. അപ്പോൾ ഞങ്ങൾ വഴികൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വരുമ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ കൂടെ വരുന്നത്. ആ കൊട്ടാരത്തിലെ രാജാവ് ഒരു സമ്മേളനത്തിൽ പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന ആൾ വെറുമൊരു മുഖ്യമന്ത്രി, ഞാനൊരു രാജാവുമാണെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന്. നല്ല നേരം നോക്കിയാൽ കഞ്ഞി വെക്കുന്നത്. എന്നിട്ടും രാജാവെന്ന് പറയുന്ന ആ ഒറ്റ പദത്തിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങളൊരിക്കലും ഈ കൊട്ടാരത്തിലൊന്ന് കയറി. ഈ കൊട്ടാരം കണ്ടാൽ നമുക്കവിടെ 10 രൂപ കൊടുത്തേച്ച് പോകാൻ തോന്നും, കാരണം അത്ര അധോഗതിയില്ല. എന്നിട്ടും പണ്ട് ഞാൻ രാജാവായിരുന്നു. മനസ്സിലായില്ലേ? ഒരു കാര്യമുണ്ടേ, ഈ രാജാവെന്നും അമ്മ മഹാറാണി, നമ്മുടെ പത്രമൊക്കെ എഴുതുന്നെങ്ങനെ, അമ്മ മഹാറാണി നാട് നീങ്ങി ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ചതാണ് ഈ ടൈറ്റില്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ഭരണഘടന വായിക്കുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുക, ഈ ടൈറ്റിലൊന്നും ഒരുത്തനും വിളിക്കരുതെന്ന്. മനസ്സിലായില്ലേ? അയാളുടെ പേര് ബാബു എന്നാണേ ബാബു എന്നങ്ങ് വിളിച്ചാൽ മതി, അത്രയും കാര്യമുള്ളൂ. വിഷമമുണ്ടോ? അങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ പറയാം, എന്നെ അയാൾ വെറുതെ കയറി പേര് വിളിച്ചെന്ന്. ഇവിടെ എൻ്റെ പേര് അനിലെന്ന്, എൻ്റെ പേര് അനിലെന്നുള്ള വേറെ പേരും എല്ലാം വിളിക്കാൻ പറ്റുമോ? പണ്ടൊരിക്കലൊരുത്തൻ ആശുപത്രി മരുന്നിനി എന്നോ, മരുന്നിനി എന്നപ്പോൾ ഫെർണാണ്ടസ് എന്ന പേര് പറഞ്ഞു. അവിടെ ഇരുന്നാൻ പറഞ്ഞു, ഞാനേ ബിജു എന്നെഴുതും, വേണേ പോയി മേടിച്ചുകൊണ്ട് പോകാൻ. ഇരുന്നെഴുതാൻ നേരമില്ലെന്നുണ്ടാ വന്നൊരു പേര്. മനസ്സിലായില്ലേ? ആ ഇതുപോലെയാ നമ്മളൊക്കെ ഇങ്ങനെ വേദിയിൽ കയറിയിട്ട് ഞാൻ പുലിയാണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. യേശു മനുഷ്യനോട് വിട്ടാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിള്. സാധാരണ മനുഷ്യരോടൊക്കെ യേശു സംസാരിക്കുന്ന മയം കണ്ടിട്ടില്ലേ? എത്ര സിമ്പിള്. നമ്മുടെയൊക്കെ ശമര്യസ്ത്രീയോടൊക്കെ സംസാരിക്കുന്നുണ്ടോ? കുഞ്ഞെ എത്ര ആദരവോടാണ് വിളിക്കുന്നത്.
പോയി നിൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ടുപോവാ. ആൾ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡ് ഇല്ല. സത്യം പറഞ്ഞ കർത്താവ് നീ പറഞ്ഞതൊക്കെ ശരിയാ. യേശുവിൻ്റെ ഒരു ശൈലി കണ്ടോ, കൂടെ നിന്ന് സകല ശിഷ്യന്മാരും ആഹാരം മേടിക്കാൻ പോയപ്പോഴാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കുറവ് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയേ. അല്ല 10 പേര് കേൾക്കുകയല്ല, അവൾക്ക് യേശുവിനോടുള്ള സ്നേഹം അങ്ങ് വർദ്ധിച്ചു. അങ്ങനെയാണ് എല്ലാവരും തള്ളിക്കളഞ്ഞ സക്കായി മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, നിൻ്റെ വീട്ടിലായി ഇന്ന് എൻ്റെ ഭക്ഷണം, ഇങ്ങോട്ട് വാ മോനെ. ഈ വിളി വിളിച്ചുകൊണ്ടാണ് എനിക്കും നിനക്കും അവനെ അനുഗമിക്കാൻ സാധിച്ചേ. മാർദ്ദവമേറിയ ആ ശബ്ദം, ആ സുവിശേഷത്തിൻ്റെ സൗന്ദര്യം, ആ ശബ്ദം പ്രയോഗിക്കുന്ന ഇടത്താ പാപിക്ക് മാനസാന്തരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതേ യേശു ഈ കരുത്തന്മാരെ കണ്ട വിടത്തുമില്ല. മനസ്സിലായില്ലേ? പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ശാസ്ത്രിമാർ അവൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ ക്ഷമ അപാരമാണ്. ഒരിക്കൽ പരീശന്മാരെടുത്ത് വന്നിട്ട് സദൂക്യരെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ചോദ്യം ചോദിക്കാം. ചോദിക്കുക. ഞങ്ങളുടെ അവിടെ ഒരുത്തൻ കല്യാണം കഴിച്ചു കുറേ കഴിഞ്ഞപ്പം അയാളങ്ങ് മരിച്ചു. പിന്നെ ആ പെണ്ണിനെ പുള്ളിയുടെ അനിയൻ കെട്ടി, അവനും അങ്ങ് മരിച്ചു. കുറേ നാൾ കഴിഞ്ഞ് അവനും അങ്ങ് മരിച്ചു. ഞാൻ വല്ലതുവാണെങ്കിൽ പറയാമെങ്കിൽ അത് CBI അന്വേഷിക്കണമല്ലോ. സംഭവം എന്തോ ഗുരുതരമായ കാര്യമുണ്ട്, മറ്റേ കൂടത്തായി ജോലി എന്നൊക്കെ പറഞ്ഞല്ലോ സംഭവമായിരിക്കുമല്ലോ അല്ലേ? അതെന്തോ ഒരു മരണമോ പകർച്ചവ്യാധിയാണത്. നമുക്ക് ക്ഷമ കിട്ടത്തില്ല. ഞാനിങ്ങനെ ചെയ്തു. ഇവിടുത്തെയൊക്കെ പിള്ളേരാണെങ്കിൽ അടി അന്നേരം കൊടുക്കും. ആരടാ മരിച്ചെന്ന് ചോദിക്കും. അങ്ങനെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഈ മാവേലിക്കര ഭാഗത്ത് ഇവിടുന്ന് കുറേ പിള്ളേർ പരസ്യവും നടത്തി വന്നു. ആ ഭാഗത്ത് ന്യായമായിട്ട് പോകുന്ന പിള്ളേർ അമ്മമാർ പരസ്യവും നടത്തി. എനിക്കറിയാമെന്നുള്ള പരസ്യവും നടത്തി അവിടെ വന്നു. അമ്മമാരാർക്കും ഒരു ദോഷമില്ലാതെ ഈ പാട്ടുമൊക്കെ വെച്ച് പാടി പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കേട്ട 3-4 അമ്മമാർ കയറി വന്ന് അമ്മമാർക്കിട്ടങ്ങ് തല്ലി. ഒരു 1-2 തല്ല് കൊണ്ട് കഴിഞ്ഞിട്ട് അമ്മമാർ തിരിച്ചങ്ങ് പെരുക്കി. അതിന് ചുമ്മാ യാപ്പയുപ്പ അടിയല്ല, നല്ല എണ്ണം പറഞ്ഞ അടി. മറ്റവർക്കും പണിയറിയ അവരുടെ അടി എന്നൊക്കെ പറഞ്ഞ് ഈ നിയമം വെച്ചുള്ള അടി, ഇത് എണ്ണം പറഞ്ഞുള്ള അടി, രണ്ടും അതാണ്. നിയമം എന്ന് പറഞ്ഞാൽ എന്താ? സിംഹവടിവിൽ അമർന്ന് ഗജവടിവിൽ നിവർന്ന്, മറ്റവൻ സിംഹവടിവിൽ അമരുന്നു ഗജവടിൽ നിവരുന്നു. ആർപ്പം അടി കഴിഞ്ഞു സൂപ്പർ അടി. ഇവന്മാർ സിംഹവടിവിലും ഗജവടിയിലൊന്നും അമർന്നില്ല. അടി നല്ല തുരുതുര വന്നു. ഞാൻ അറിഞ്ഞത് ഇവിടെ അടിച്ചപ്പോൾ ഇങ്ങേ സൈഡിലെ മുടി കരിഞ്ഞു എന്നാ. അടിയുടെ ചൂട് കാരണം ഈ പോലീസ് പിടിച്ചു. പ്രശ്നമായി. കാര്യങ്ങളെല്ലാം കേട്ട് വന്നപ്പോഴേ അവിടെ ഒന്ന് SI വിവരമുള്ള മനുഷ്യനായിരുന്നു. പുള്ളി ഇതെല്ലാം കേട്ടപ്പോൾ ഇതിലെ ന്യായം പിടികിട്ടി. കാണിച്ച തെറ്റാണെങ്കിലും ന്യായം പിടികിട്ടി. പുള്ളി തല്ലാൻ വന്നവന്മാർക്ക് ഇപ്പോൾ എങ്ങനെയല്ലോ അങ്ങ് ഇട്ടേച്ച് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവർക്ക് പോകണം. 2 കൂട്ടരെയും പിടിച്ചു. ഇപ്പോൾ ഇവർ പറഞ്ഞു, സാറേ ഞങ്ങൾ പണ്ടൊത്തിരിയും വല്ലാതൊക്കെ നടന്ന മനുഷ്യരാണ്, ഞങ്ങളിതൊന്നും മോശപ്പെട്ട് പറഞ്ഞൊന്നുമല്ല, ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരെ പറഞ്ഞല്ല, ആരെയും ദോഷം ചെയ്തില്ലെന്ന്. അപ്പോൾ SI ചോദിച്ചു, അല്ലേ അവരവിടത്തെ സാങ്ഷനൊക്കെ എടുത്ത് പ്രസംഗിച്ചല്ലേ, നിങ്ങൾ എന്തിനു പോയി അങ്ങോട്ടെന്ന് ചോദിച്ചു. ഈ വഴക്കുണ്ടാക്കാൻ. അപ്പോൾ ഈ കൂടുതൽ അടി കിട്ടിയവൻ കരഞ്ഞുകൊണ്ട് പറയാ, എൻ്റെ സാറേ പാസ്റ്റർമാരാന്ന് ഓർത്താ ഞങ്ങൾ തല്ലിയേ. പല അർത്ഥമുണ്ടതിന്. പാസ്റ്റർമാരോന്നോർത്താ തല്ലിയെന്ന്. ഞാനിതെല്ലാം കഴിഞ്ഞ് ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആരെയും കണ്ടു. എന്നോട് പറയാം, അച്ഛാ എവിടെയും പ്രോഗ്രാം ഉണ്ടേ പറയണേ, ഞാൻ നിന്നെ എന്നാ വഴി കണ്ടേക്കില്ലെന്ന് പറഞ്ഞു. ഒരുത്തരെന്നെ മാറ്റി തന്നിട്ട് പറയാം, എൻ്റെ അച്ഛാ എന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, അന്നേരം ഒരു കൃപ വ്യാപിച്ചെന്ന്. ആലോചിച്ച് നോക്കണേ. അത് പോട്ടെ, നമ്മളിങ്ങനെയൊന്നും പെരുമാറില്ല. എന്താ കാര്യം? സുവിശേഷത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ലാളിത്യമാണ്, അതിൻ്റെ സൗമ്യതയാണ്. എന്നാലും ചില എണ്ണം പോട്ടെ, അത് വിട്ടേക്ക്. സ്തോത്രം. നല്ല പിള്ളേരാണ് അമ്മമാരുടെ അടുത്ത് ഇന്ന്. പോട്ടെ, ഞാൻ ഒത്തിരി അത് വിശദീകരിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്നോട് ആരാന്നൊക്കെ ചോദിക്കുകയല്ലേ. അമ്മമാരുടെ പ്രോഗ്രാം ഞാനായിട്ട് കളയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മമാരുടെ പ്രോഗ്രാം നടക്കട്ടെ, അതുകൊണ്ടല്ല അമ്മമാർക്ക് ഒരു പ്രോഗ്രാം കിട്ടട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അതേ ഉള്ളൂ. അതിന് ദുർവ്യാഖ്യാനമൊന്നും പറയില്ല കേട്ടോ. അമ്മരതൊക്കെ വിട്ടു. ഞാൻ നമ്മുടെ പിള്ളേരല്ലേ, അമ്മ പറഞ്ഞ കേൾക്കാതിരിക്കുമോ? സ്തോത്രം. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ കേൾക്കും. അത് കേൾക്കുന്നതിന് കാരണം എന്താണെന്നറിയണ്ടേ? അവർക്ക് അധികാരമുള്ളവർ, ഒരു ആത്മീയ അധികാരം, സ്നേഹബന്ധത്തില്ല. അതാ കാര്യം. എത്ര അടുത്ത് കാണാനുള്ള അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതേ, ചിലരിങ്ങനെ ലോക്കലിൽ കിടന്നങ്ങ് വില്ലിക്കും. അപ്പുറത്ത് ചെന്ന് മേടിച്ച് കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് പറയാ, എൻ്റെ പഴയ സ്വഭാവത്തിനറിഞ്ഞുണ്ടല്ലോ ഞാനിങ്ങ് പോന്നു. നന്നായി പോന്നത്. ഈ സദൂക്യർ വന്നിങ്ങനെ നിന്നിട്ട് പറയാ, അവനും മരിച്ചു 7 പേര് ഭരിക്കുന്നത് വരെ യേശു ഇങ്ങനെ നീക്കിയ പാവം. യേശുവിൻ്റെ ഒരു ക്ഷമ ആലോചിച്ചേ. നിങ്ങൾക്ക് ആർക്കും ആ ക്ഷമ കിട്ടുകയില്ല.
ഇത് എന്തൊരു മരണമാടാന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇവിടെ മരണം പകർച്ചവ്യാധി പോലെ ആകണോ? കല്യാണം അങ്ങോട്ട് കഴിക്കുന്നു, മരിക്കുന്നു. അവസാനം ഒരു ചോദ്യം, പുനരുദ്ധാനത്തിൽ ഇവരെല്ലാം അവിടെ വന്നു. ഇവൾ ആർക്ക് ഭാര്യയാകുന്നു? ആരുടെ ചോദ്യമാണ്. യേശുമാരൊരു വിളി. യേശു അവിടെ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ അത് കല്യാണത്തിൻ്റെ സ്ഥലമൊന്നും അല്ല. അതാ ബൈബിളിലെ സ്വർഗത്തിൻ്റെ സൗന്ദര്യം, ഭംഗി, അത് കല്യാണത്തിൻ്റെ സ്ഥലമൊന്നുമല്ല. ആ ലോകത്തിൻ്റെ മക്കൾ കല്യാണത്തിന് കൊടുക്കൊന്നും വാങ്ങുന്നൊന്നും ഇല്ലെന്ന്, ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഇല്ലെന്ന്, പുനരുദ്ധാന ശരീരികളായി രൂപാന്തരം പ്രാപിച്ച് നമ്മൾ ദൂതതുല്യരാകും. അതാ സ്ഥലമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇത്തരം പുള്ളികളെയൊക്കെ കാണുമ്പോൾ യേശു ഒട്ടും മുട്ടുമുടക്കാതെ ഇവന്മാരൊരു വിളിയ കപടഭക്തന്മാരായ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ആ പരീശന്മാരുമേ. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം 38 തവണ യേശു വിളിക്കുന്നത് കപടഭക്തൻ. കൂടാതെ വെള്ള തേച്ച ശവക്കല്ലറ അങ്ങ് വിളിക്കുക. ശമരിയ സ്ത്രീയെ വിളിച്ചോ? എല്ലാം പരിഹസിച്ചോ? ഇത്രയും ഗുരുതര കുറ്റം ചെയ്ത് നിൽക്കുന്നവളെ യേശു ആക്ഷേപിച്ചോ? ഇല്ല. അതാണ് യേശു. ആരെ വിളിക്കണമെന്ന് യേശുവിനറിയാം. ആളും തരവും കൊണ്ട് അവിടുത്തെ പ്രവൃത്തി. ഹല്ലേലൂയ. കോടതി മുറിക്കുള്ളിൽ ചോദിക്കുകയാണ്, നീ വന്ധ്യനായവൻ്റെ പുത്രനോ? പീലാത്തോസും പിന്നെ ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം. യേശു കോടതിയോട് പറയുക, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വരുന്നതും തൻ്റെ ജനത്തെ ചേർത്തുകൊണ്ട് ഉയരത്തിലേക്ക് കരേറിപ്പോകുന്നതും പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും നിങ്ങൾ കാണും. യോഹന്നാൻ പൂരിപ്പിച്ചുകൊണ്ട് വെളിപ്പാടിൽ പറഞ്ഞു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. അതിൻ്റെ കാലം സമാഗതമായി. ഈ രാത്രി കൺവെൻഷൻ പര്യവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കിക്കൊള്ളണം, യേശു പറഞ്ഞ പ്രവചനങ്ങളിൽ ഇനി നിറവേറാൻ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രവചനം അതാണ്. ദൈവപുത്രൻ ഇതാ ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് നമ്മെ ചേർക്കാൻ വാനവിരിവിൽ പ്രത്യക്ഷനാകാൻ സമയം സമാഗതമായി. ആ സമാഗതമാകുന്ന ഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് അപ്പോസ്തലൻ വിവരിക്കുന്ന ഭാഗമാണ് 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ വായിച്ചത്. അത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങോടാണ്. കർത്താവുതാൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. 3 കാര്യങ്ങൾ. ഇത് പറയാനൊരു കാരണമുണ്ട്. പണ്ട് വിശാലമായ റോമൻ സാമ്രാജ്യത്തിൽ അതിൻ്റെ വിസ്തൃതി തന്നെ 5000 മൈൽ നീളം, 4000 മൈൽ വീതി, ഇത്രയും വിശാലമാണ് ആ സാമ്രാജ്യം. അതിൻ്റെ കീഴിൽ ഒത്തിരി നാട്ടുരാജ്യങ്ങളും ചെറുകിട രാജ്യങ്ങളും ഒക്കെ കിടക്കാണ്. ഇവിടെയെല്ലാം ഓടിയെത്താൻ ചക്രവർത്തിക്ക് സാധിക്കില്ല. നാട്ടുരാജാക്കന്മാരെയാക്കി ഒപ്പം ഗവർണർമാരെ കൂടി നിയമിച്ച് രാജ്യഭരണം ഇങ്ങനെ കൈയാളുന്ന ചക്രവർത്തിക്ക് ഇവിടെ നിന്ന് നാട്ടുരാജാവ് കപ്പം പിരിച്ച് ഒരളവ് പണം അവിടെ എത്തിക്കണം. അതുകൂടാതെ ഗവർണർ നികുതി പിരിച്ച് ആ പിരിവും അവിടെ എത്തിക്കണം. എക്സാമ്പിൾ, ഹെരോദ രാജാവും പിരിച്ചത് അതുപോലെ ഗവർണർ പിരിച്ചത് വെവ്വേറെ കണക്കായിട്ട് അവിടെ എത്തണം. ഇതിനകത്തെ പണം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവനെ രാജസ്ഥാനത്ത് നിന്ന് കളയും. അതുകൊണ്ട് ഈ ഗവർണറും രാജാവും തമ്മിൽ എപ്പോഴും ശത്രുതയിലായിരിക്കും. അത് ഇന്നത്തെ പുതിയ സംഭവമല്ല, പണ്ട് മുതലേ അതങ്ങനെ തമ്മിലിങ്ങനെ ഏറ്റുമുട്ടും. ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കും. ചരിത്രം മുഴുവൻ അങ്ങനെ. അപ്പോഴേ ഈ ഘട്ടത്തിൽ ഇവർ ചില ഘട്ടങ്ങളിൽ അങ്ങ് ഒത്തിട്ട് 2 പേരും കൂടെ കൂടിയിട്ട് നികുതിപ്പണം കൃത്യം ചക്രവർത്തിക്ക് കിട്ടാതെ വരും. ചക്രവർത്തി ഏതെങ്കിലും സ്പൈ വർക്കിലൂടെ കാര്യം തിരിച്ചറിയും. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി അപ്രതീക്ഷിത ഘട്ടത്തിലൊരു വരവാണ്. ഈ വരവ് വരുമ്പോഴേക്കും ഈ ചക്രവർത്തിയാണ് വരുന്നത് എന്നതുകൊണ്ട് ചക്രവർത്തിയുടെ പരിവാരങ്ങൾ മുൻകൂട്ടി ഈ സ്ഥലത്ത് വരും. ആളറിയില്ല അവരെ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ തിരുവനന്തപുരത്തേക്ക് ഒരു വിദേശ മന്ത്രി വരുന്നു, അല്ലേ വേണ്ട, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രമുഖനായ മന്ത്രി ഇങ്ങോട്ട് വരുന്നു, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു.
പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ആഴ്ചകൾക്കപ്പുറത്ത് തന്നെ ഇൻ്റലിജൻസിൻ്റെ വർക്ക് ഇവിടെ ശക്തമാകാതെ 100 കണക്കിന് രഹസ്യ പോലീസ് നമ്മുടെയൊക്കെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കും, പല വേഷത്തിൽ പല രൂപത്തിൽ. എന്തിനാണെന്നറിയണ്ടേ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രാണന് ആപത്ത് പിണയാതിരിക്കാനുള്ള ജാഗ്രത. ഇതിവിടെ സാധാരണ ആർക്കും അറിയില്ല, നമുക്കൊന്നും കണ്ടാൽ തിരിച്ചറിയാനാവില്ല. ധാരാളമായിട്ടിങ്ങനെ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാൻ തിരഞ്ഞെടുത്ത സിറ്റി ഡൽഹിയാണ്. പക്ഷേ അമേരിക്കൻ പോലീസ് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് വന്നിറങ്ങും. നമ്മുടെ രാജ്യം കൊടുത്തിട്ടുള്ള അനുവാദമാണ്. രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾക്ക്, വിദേശകാര്യ മന്ത്രാലയത്തിലെ സുപ്രധാന പദവി അലങ്കരിക്കുന്ന ചിലർക്കൊക്കെ മാത്രമേ ഇതറിയൂ. ഹോം മിനിസ്ട്രിയിലൊക്കെ ചിലർക്കേ അറിയൂ, സാധാരണ ആർക്കും അറിയില്ല. സായിപ്പാണെന്ന് പോലും തോന്നില്ല. ഡൽഹിയിലെ സാധാരണ മനുഷ്യരെ പോലെ അവർ പഴക്കടയിൽ കയറി പഴം വാങ്ങി തിന്നും ചായ കുടിച്ചും ഇങ്ങനെ ഇരിക്കുക. ഹിന്ദിയൊക്കെ അറിയാം. എന്താ നിങ്ങൾ പറയുന്നത്? പ്രതിഷേധം വല്ലതും ഉണ്ടാകുമോ? ഈ വാർത്ത ചോർത്തി കൊടുക്കുന്ന സ്പൈ വർക്ക്, ഈ സ്പൈ വർക്ക് ഇങ്ങനെ നടക്കും. ഒരു കാര്യം അറിയാമോ? ഇന്ന് തൻ്റെ തിരുസഭയെ ചേർക്കാൻ കർത്താവ് നമ്മുടെ കാന്തനായവൻ വരും മുമ്പ് തൻ്റെ ദൂതഗണങ്ങളുടെ ആ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവരോരോന്നും കൃത്യം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുക. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ തനിച്ചല്ല, സേവകാത്മാക്കളായ നിരവധി ദൂതഗണങ്ങളുടെ സഞ്ചയത്തിൻ്റെ നടുവില ഭക്തനെ ദൈവം സംരക്ഷിച്ചിരിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കയില്ല. നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആഭ്യന്തര സുരക്ഷയ്ക്കുള്ളില്ല ഭക്തൻ ഇരിക്കുന്നത്. ഒരാശങ്കയുടെയും ആവശ്യമില്ല. ജീവിതം പലയാവർത്തി തകർന്നവർ, ഞാൻ ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചവർ, പുരോഗതി നഷ്ടപ്പെട്ടവർ, ലക്ഷ്യം നഷ്ടപ്പെട്ടവർ, യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. ശക്തനായവൻ തൻ്റെ ദൂതഗണങ്ങളെ കാവലാക്കി എനിക്കും നിനക്കും വേണ്ടതെന്ത് എന്ന് കൃത്യം അറിയിച്ചുകൊണ്ട് സംരക്ഷണ വലയമൊരുക്കി കാത്തിരിക്കുന്നു. എത്രയെത്ര നാളുകളായി അവിടുത്തെ വരവിന് വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരപ്രതീക്ഷിത നിമിഷത്തിൽ അവിടുന്ന് ഒരു വരവാ. ചക്രവർത്തി വരുമ്പോഴേ, ചക്രവർത്തിയാണ് വരുന്നതെന്ന് ലോക്കലി പലർക്കും അറിയില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? ഒരു ഗംഭീര നാദം. ആ നാദം കേട്ടാലൊരു പ്രത്യേകതയുണ്ട്. ഈ നാദം ആളുകളൊന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കും, ഇതെന്താ ഇത്രയും വലിയ ശബ്ദം? തൊട്ടു പിന്നാലെ ദൈവത്തിൻ്റെ കാഹളം, പ്രധാന ദൂതൻ്റെ ശബ്ദം. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഒരു റോമൻ ചക്രവർത്തി ഒരു പ്രവിശ്യ സന്ദർശിക്കുമ്പോൾ അതീവ രഹസ്യമായി ഈ സംവിധാനങ്ങളോടെ വരുമ്പോൾ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനായ തൻ്റെ പടയാളികളും സേവകരും ഇവിടെ ഉണ്ടെങ്കിൽ അവരുണർന്നിരിക്കണം. അദ്ദേഹം വരുന്നതേ വലിയൊരു ഉദ്ദേശം സാധിക്കാനാ. ഈ ഉണർവ് തൻ്റെ ജനത്തിൻ്റെ അരികിലേക്ക് പ്രസരിപ്പിക്കാൻ ഗംഭീരനാദം പുറപ്പെടുവിക്കും. മറ്റാർക്കും ആ ശബ്ദം തിരിച്ചറിയില്ല. കാത്തിരിക്കുന്നവർക്ക്, ഈ ചക്രവർത്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റൂ. ഇതുപോലെയാണ് ഒരു റോമൻ ചക്രവർത്തിയുടെ എഴുത്തുള്ളത്തെങ്കിൽ ഇതാ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മഹാരാജാവ് ഇഹലോകത്തിലേക്ക് എഴുന്നള്ളാൻ സമയം സമാഗതമാകുമ്പോൾ എല്ലാവർക്കും അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുകയില്ല. അവന് വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന തിരുസഭയെ ചേർക്കാൻ അവൻ വാനവരിൽ പ്രത്യക്ഷനാകും. അവന്റെ ശബ്ദം കേൾക്കാൻ ആരാണിന്ന് രാത്രി തൽപരരായിട്ടുള്ളത്? അവർ സ്വയം ഒരുങ്ങട്ടെ. കാലം അവനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ജീവന്റെ പുതുവഴി, നിത്യതയിലേക്കുള്ള ആ വഴി തുറന്നു തന്ന അവന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ അനുധാവനം ചെയ്യുവാൻ അവൻ തന്ന അധികാരം, അവൻ തന്ന അവകാശം ഇനിയും അവശേഷിച്ചിരിക്കാൻ അത് ലഭിക്കാതെ ആരെങ്കിലും അകത്തോ പുറത്തോ ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ പരിഗണിക്കാതെ പോയാൽ അവൻ തിരികെ ഈ നമ്മെ ചേർക്കാൻ കടന്നു വരുന്ന ആ ഘട്ടത്തിൽ കൈവിടപ്പെടാൻ ഇടവരും. അതുകൊണ്ട് അവനെ ഹൃദയത്തിലിരിക്കാം, നമുക്കവനെ സ്വീകരിക്കാം. അവനെ സ്വീകരിക്കാത്ത ജീവിതങ്ങളെ ഹൃദയം തുറന്നു പിടിച്ച് യേശുവിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചട്ടെ. ഒപ്പം ഞാനവനെ സ്വീകരിച്ചു, ഞാനവൻ്റെ കാത്തയാണ്, ഹൃദയം കൊണ്ട് ഞാനവനെ ഏറ്റെടുത്തിരിക്കുന്നു. ആ വലിയ ബോധം, ഹൃദയത്തിലുള്ളവരുടെ ഉറപ്പും അവരുടെ ആ വലിയ ധൈര്യവും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വസ്തു കൂടി പറഞ്ഞു നിർത്താം. ബഹുമാനരെ,
കർത്താവ് താൻ ഗംഭീരനാദത്തോടെ. അങ്ങനെയെങ്കിൽ ഈ നാദം ചിലർ കേൾക്കുകയും ചിലർ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നെങ്ങനെ പറയാം. ഒരു നിശ്ചിത പരിധിയിൽ കവിഞ്ഞ ശബ്ദം നിങ്ങൾക്കും എനിക്കും കേൾക്കാൻ പറ്റില്ല. മനസ്സിലായോ? മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല. വവ്വാലുകൾക്കൊക്കെ കേൾക്കാം. നമ്മൾ കേൾക്കലോ അൾട്രാ സൗണ്ട് സ്കാനിങ് സിസ്റ്റം. ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറത്തെ വലിയ ശബ്ദതരംഗങ്ങളെ കടത്തിവിട്ടാണ് ഈ ചിത്രം പ്രതിഫലിപ്പിക്കുക. നമുക്ക് കേൾക്കാൻ പറ്റില്ല. നിശ്ചിത റേഞ്ചിൽ കൂടിയ, ഡെസിബലിൽ കൂടിയ ശബ്ദം, കുറഞ്ഞ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വരെ പ്രപഞ്ചം കേട്ടതിൽ ഏറ്റവും ഗംഭീര ശബ്ദം അതാ. മനുഷ്യനായി പിറന്ന ഒരാൾക്കും അത് കേൾക്കാനും പറ്റില്ല. പിന്നെ ഈ ശബ്ദം എന്തിനാ? ചിലരത് കേൾക്കും. കേൾക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ? ഈ ശബ്ദം നൊടിയിട്ട കൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആ ശബ്ദം അതേപടി കേട്ടാൽ, വവ്വാലുകളൊക്കെ കേട്ട് തിരിച്ചറിയുന്ന അതേ ശബ്ദം മനുഷ്യൻ കേട്ടാൽ മനുഷ്യൻ തകർന്നു പോകും. കേൾക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് നമ്മൾ തകരുന്നില്ല. എന്താണ് കാരണം? നിർജീവ വസ്തുവായിരുന്ന ഈ ഭൂമിയിൽ എവിടോ ചിതറിക്കിടന്ന കോടാനുകോടി തരികൾ, മൺതരികൾ, അതിനകത്ത് മനുഷ്യ ശരീരത്തിലെ പലതരം രാസവസ്തുക്കൾ, മൂലകങ്ങൾ അവ ചിതറിക്കിടക്കുമ്പോൾ താൻ കരം നീട്ടി അവയെ ശേഖരിച്ചെടുത്ത് യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. അതാ വചനം. ഇല്ല ചള്ള കുഴച്ച് മൂക്കിലേക്കൊരു കുഴലും പിടിച്ചൂതി എന്നല്ല. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്തു, മൂക്കിൽ ജീവശ്വാസമൂതി. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതര ജീവജാലങ്ങളെ അവൻ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉളവാക്കി. അവയൊക്കെ കേട്ട് അങ്ങനെ ഉളവായി വന്നതുപോലെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഈ നിർജീവ ശരീരങ്ങൾ വീണ്ടും രൂപപ്പെട്ട് അവനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽക്കാൻ ഉയരത്തിലേക്ക് കയറിപ്പോകുന്ന നമുക്ക് ഈ ശബ്ദം യാതൊരു കാരണവശാലും ദോഷം ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? അതാണ് അവൻ്റെ മാർദ്ദവ ശബ്ദം, ആധികാരിക ശബ്ദം. അത് ഭക്തനെ ഉണർത്തും. ആ ഉണർവിൻ്റെ സ്വാധീനം കൂടാതെ, ആ ശബ്ദത്തിൻ്റെ സാന്നിധ്യം കൂടാതെ ഒരാൾക്കും ആ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ കഴിയുകയില്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ആ ശബ്ദം ഈ കാതുകളിൽ കേൾക്കാൻ സമയം സമാഗതമായി. നിഴലുകൾ പൊരുളുകളായി അക്ഷരികമായി എടുക്കപ്പെടലിന് വേണ്ടി കാലം കാത്തിരിക്കവേ നമുക്കും പറയാം, അരുമനാഥ, നിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിന്നോടുള്ള തീവ്രമായ സ്നേഹത്തിൽ ആ സുദിനം കാത്തു കഴിയുന്നു. അങ്ങനെ കാത്തിരിക്കവേ അക്ഷമരായി കഴിയുന്ന മനുഷ്യരോട് സമയമായി എന്ന് തമ്പുരാൻ ഉത്തരവിടുന്ന ആ മഹനീയമായ സമയവും സന്ദർഭവും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. അവൻ്റെ വരവിലെടുക്കപ്പെടാൻ നമുക്ക് സ്വയം ആത്മസമർപ്പണം ചെയ്യാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഹൃദയങ്ങളെ ആക്രമിക്കാം. അകത്തും പുറത്തും ഇരുന്ന് ദൈവവചനം കേട്ടൻ്റെ സഹോദരി സഹോദരന്മാരെ, ആ ഗംഭീരനാഥം, പ്രധാന ദൈവദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി, മനുഷ്യപുത്രൻ വാഹനമേഘത്തിൽ എത്തുന്ന മനോഹര സന്ദർഭം, അവൻ്റെ എതിരേൽക്കാൻ കഴിയാത്ത വിഘാതങ്ങൾ, തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് വെട്ടിച്ച് പുത്തൻ സൃഷ്ടിയാക്കാൻ അതിന് കഴിയാത്തവരാരെങ്കിലും അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ആത്മസമർപ്പണത്താൽ യേശുവിൻ്റെ അനുഗാമികളാകാൻ ഈ യോഗം നിങ്ങൾക്ക് കൃപയും പ്രാപ്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു വേള നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട ഈ ഗ്രാമത്തെ ഞങ്ങൾ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനം കേട്ടവർക്കത് വിടുതലാകണം. വചനം കേട്ടവർക്കത് ദൈവ സാന്നിധ്യമാകണം. വചനം കേട്ടവർക്കത് രോഗശാന്തിയാകണം. സർവോപരി അവിടുത്തെ വരവിന് വേണ്ടി സ്വയം ഒരുങ്ങാൻ വേണ്ട കൃപ ദൈവർക്ക് നൽകി ആദരിക്കണം. ഈ 3 ദിനങ്ങളിലും തിരുസാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും വന്ദനം. ദൈവ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ.